ഉച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു അരമണിക്കൂർ കിടന്നുറങ്ങുന്ന ഒരു ശീലമുണ്ട് എനിക്ക് ഉച്ചയ്ക്ക്. അപ്പം ഞാൻ ആദ്യം അയാൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. കാരണം എനിക്ക് അറിയാത്തൊരു നമ്പറാണ്. അപ്പം ഞാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊന്ന് സംശയിക്കുക. അപ്പം ആ നമ്പറിൽ നിന്ന് എനിക്ക് വീണ്ടും കോൾ വന്നു. അപ്പം ഞാൻ കോൾ എടുത്തു. ഇത് ഷിംനയല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇത് ഷിംനയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, ആരാണ് താങ്കൾ, എന്താണ് വേണ്ടത് താങ്കൾക്ക് എന്നൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഓക്കെ, എന്തെങ്കിലും കാര്യം എന്നോട് അത്യാവശ്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ എന്നെ വിളിച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അല്ല, ഞാൻ വെറുതെ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു എന്നെന്തിനാ വെറുതെ വിളിക്കുന്നത് ചോദിച്ചു. എനിക്കറിയാത്ത ഒരാളെങ്ങനെ വെറുതെ വിളിക്കുന്നത് ശരിയാണോ? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ സ്ട്രേഞ്ചറാണ്. ഞാൻ പറഞ്ഞു അയാളുടെ അടുത്തോട്ട്. അല്ല, ഞാൻ നിങ്ങളുടെ ജോഗിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനതിന് ജോഗിങ് ഒന്നും ചെയ്യുന്ന വീഡിയോ ഇടാറില്ലല്ലോ. എന്താ ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ചോദിച്ചു. നടത്തം. ഞാൻ പറഞ്ഞു ഞാൻ നടക്കുന്ന ഒരു വീഡിയോയും ഇന്ന് വരെ ഇട്ടിട്ടില്ല. ഞാൻ സാധാരണ ജോഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, വർക്കൗട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ ജോഗിങ് എന്ന് പറയുന്നത് ഒരു വർക്കൗട്ടാണോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അതായത് നിങ്ങൾ പല കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ പല എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വർക്കൗട്ടിൻ്റെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. ഞാൻ ചോദിച്ചു ഓക്കെ, ഫോർവേഡ് എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വർക്കൗട്ട് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം ഫോർവേഡുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു ചോദിച്ചു. പിന്നെ നിങ്ങൾ ഫോർവേഡ് ആണ് ഒരു വ്യക്തി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിച്ചാൽ വളരെയധികം സംസാരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഫോർവേഡിന് വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഡിക്ഷണറിയിൽ എന്ന് ഞാൻ ചോദിച്ച ആളുടെ അടുത്ത്. അപ്പം ആള് എന്താ ആ കൂടി അയ്യത്തടാന്ന് പോയി. വിളിക്കുകയും ചെയ്ത് എന്ത് ചെയ്യണമെന്ന് കരുതിയിട്ട്.